മുംബൈ എന്ന മഹാനഗരത്തിന്റെ ജീവനാഡിയാണ് CST സ്റ്റേഷൻ. കല്ലിലും മണ്ണിലും തീർത്ത ഒരു ശില്പവിസ്മയം മാത്രമല്ല, ചരിത്രത്തിന്റെ താളുകളിൽ രക്തം കൊണ്ടും വിയർപ്പ് കൊണ്ടും എഴുതപ്പെട്ട ഒട്ടേറെ കഥകൾ ഈ ചുവരുകൾക്ക് പറയാനുണ്ട്. ഇന്ന് നാം ഇതിനെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് അഥവാ CSMD എന്ന് വിളിക്കുന്നു. എന്നാൽ കാലം പിന്നോട്ട് സഞ്ചരിച്ചാൽ വിക്ടോറിയ ടെർമിനസ് എന്ന പേരിലാണ് ലോകം ഇതിനെ അറിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ഫ്രെഡറിക് വില്യം സ്റ്റീവൻ ഡിസൈൻ ചെയ്തതാണ് ഈ CST സ്റ്റേഷൻ. വിക്ടോറിയൻ ഗോതിക് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട്. CST സ്റ്റേഷൻ മുംബൈയുടെ അടയാളമാണ്, നഗരത്തിന്റെ അഭിമാനമാണ്. പണ്ട് കൊളോണിയൻ കാലത്തിന്റെ പ്രതാപം വിളിച്ചോതിയ ഈ കെട്ടിടം ഇന്ന് ശിവാജി മഹാരാജാവിന്റെ വീരഗാഥകൾ പേറുന്ന മറാഠ മണ്ണിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായി തല ഉയർത്തി നിൽക്കുന്നു. ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നു പോകുന്നത്. മുംബൈയുടെ സ്വപ്നങ്ങളുമായും ജീവിതവുമായും ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരിടം. എന്നാൽ ഈ തിരക്കുകൾക്കും ശബ്ദങ്ങൾക്കുമിടയിൽ കാലം മായ്ക്കാത്ത ഒരു നീറ്റലായി ആ കറുത്ത ദിനം ഇന്നും അവശേഷിക്കുന്നു. 2008 നവംബർ 26 ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ തീവ്രവാദി ആക്രമണത്തിന്റെ വേദികളിലൊന്നായി ഈ റെയിൽവേ സ്റ്റേഷൻ മാറി. അജ്മൽ കസബും കൂട്ടാളികളും ആയുധങ്ങളുമായി ഈ കവാടത്തിലൂടെ ഇരച്ചു കയറിയപ്പോൾ നിഷ്കളങ്കരായ നൂറുകണക്കിന് മനുഷ്യരാണ് വെടിയേറ്റു വീണത്. ഭയവും നിലവിളിയും നിറഞ്ഞ ആ രാത്രി മുംബൈയുടെ ഉറക്കം കെടുത്തി. വെടിയൊച്ചകളും വെടിയുണ്ടകളുടെ ചൂടും കൊണ്ട് ഈ സ്റ്റേഷൻ വിറങ്ങലിച്ചു. രാജ്യത്തിന് കനത്ത നഷ്ടം വരുത്തിയ ആ ദിനം ഇന്നും ഓർമ്മകളിൽ ഒരു മുറിവായി അവശേഷിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ നടുക്കമുണ്ടായത് ആ പാക് തീവ്രവാദി ആക്രമണത്തിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളാണ്. പക്ഷേ മുംബൈ ഒരിക്കലും തോറ്റുകൊടുക്കാറില്ല. ആ ഭീകരാക്രമണത്തിന്റെ കരിനിഴലിൽ നിന്ന് വേദനകളെ അതിജീവിച്ച് ഈ നഗരം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ആരൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും മുംബൈ എന്ന മഹാനഗരവും മുംബൈ വാസികളും ഇല്ലാതാകില്ല. മുംബൈയുടെ തിരക്കുകളിൽ അവർ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്, തങ്ങളുടെ സ്വത്വത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്. മുംബൈയുടെ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, സ്നേഹം.